I'm worried that AI could eventually outsmart us and take control. ഗോഡ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നറിയപ്പെടുന്ന ജോഫ്രി ഹിൻറ്റൻ്റെ വാക്കുകളാണിത്. ജോഫ്രി ഹിൻറ്റൺ ആധുനിക ഡീപ്പ് ലേണിങ്ങിൻ്റെ അടിത്തറയിട്ട ഇതിഹാസമാണ്. വർഷങ്ങളോളം അദ്ദേഹം ഈ വിപ്ലവകരമായ സാങ്കേതിക വിദ്യയ്ക്കായി നിലകൊണ്ടു. എന്നാൽ ഇപ്പോൾ താൻ കൂടി നിർമ്മിച്ച ഈ സിസ്റ്റത്തെക്കുറിച്ച് അദ്ദേഹം ലോകത്തിന് നൽകുന്നത് കടുത്ത മുന്നറിയിപ്പാണ്. ഭാവിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞേക്കാത്ത ഒരു ബുദ്ധിയാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് ജെഫ്രിയുടെ അഭിപ്രായം. എന്നാൽ AI എന്ന നിർമ്മിതി ബുദ്ധിയെ ഇത്രയ്ക്ക് ഭയക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. നമസ്കാരം, എല്ലാവർക്കും ഇതും കൂടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ പറയാൻ പോകുന്ന കാര്യം മനസ്സിലൊന്ന് സങ്കല്പിക്കുക. വർഷം 2045 ഒരു സാധാരണ പ്രഭാതം. നിങ്ങൾ ഉണരുന്നു, ഫോൺ പരിശോധിക്കുന്നു, ഫോണിലെ നോട്ടിഫിക്കേഷൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ജോലി ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലേക്ക് വിജയകരമായി മാറ്റി സ്ഥാപിച്ചിരിക്കുന്നു. മറ്റ് മുന്നറിയിപ്പുകളൊന്നുമില്ല. മീറ്റിംഗ് ഇൻവിറ്റേഷൻസ് ഇല്ല, വിടവാങ്ങൽ ഇമെയിലുകളില്ല. നിങ്ങളുടെ ഒഫീഷ്യൽ കലണ്ടർ പെട്ടെന്ന് ശൂന്യമാകുന്നു. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു. നഗരം വിചിത്രമായ രീതിയിൽ നിശബ്ദമാണ്. ട്രെയിനുകൾ ഓടുന്നുണ്ട്, ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ട്, കൺസ്ട്രക്ഷൻ ട്രെയിനുകൾ ഇപ്പോഴും തിരിയുന്നുണ്ട്. പക്ഷേ തിരക്കുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു. പൊതു ഡിജിറ്റൽ സ്ക്രീനിൽ നിന്നും അപ്പോൾ ഒരു അറിയിപ്പ് വരുന്നു. ഗ്ലോബൽ പ്രൊഡക്ടിവിറ്റി ടാർഗറ്റ്സ് ഹാവ് ബീൻ മെറ്റ്. ഹ്യൂമൻ ലേബർ റീഡിപ്ലോയ്മെന്റ് കംപ്ലീറ്റ്. ആഗോള ഉൽപാദനക്ഷമതാ ലക്ഷ്യങ്ങൾ കൈവരിച്ചു. മനുഷ്യന്റെ തൊഴിൽ പുനർവിന്യാസം പൂർണ്ണമായി. കലാപങ്ങളൊന്നുമില്ല, എങ്ങും കാതടപ്പിക്കുന്ന നിശബ്ദത മാത്രം. ഡെഫനിങ് സൈലൻസ്. ഇതൊരു സയൻസ് ഫിക്ഷൻ പോലെ തോന്നാം. എങ്കിലും AI വളർച്ച ഈ തരത്തിലാണെങ്കിൽ നമ്മെ കാത്തിരിക്കുന്ന ഭാവിയെക്കുറിച്ച് ഇങ്ങനെയാവും നമ്മളിൽ പലരും ചിന്തിച്ചിരിക്കുന്നത്. യന്ത്രങ്ങൾ നമ്മെക്കാളും വേഗത്തിൽ ചിന്തിക്കുകയും നമ്മെ മറികടക്കുകയും നിശബ്ദമായി നമ്മെ അപ്രസക്തരാക്കുകയും ചെയ്യുന്ന ആ ഒരു ലോകം. ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഓരോ വലിയ സാങ്കേതിക വിപ്ലവവും ടെക്നോളജിക്കൽ റെവല്യൂഷൻസും ഇതേ നിലനിൽപ്പിൻ്റെ ഭീഷണി, എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ് സൃഷ്ടിച്ചിട്ടുണ്ട്. അച്ചടി യന്ത്രം, പ്രിന്റിംഗ് പ്രസ്, ധാർമ്മിക ക്രമം അല്ലെങ്കിൽ മോറൽ ഓർഡർ നശിപ്പിക്കുമെന്ന് പലരും കുറ്റപ്പെടുത്തി. വൈദ്യുതിയെ പ്രകൃതി വിരുദ്ധമായ ഒരു ശക്തിയായി ഭയപ്പെട്ടു. വ്യാവസായിക യന്ത്രങ്ങൾ, ഇൻഡസ്ട്രിയൽ മെഷീനറി തൊഴിലവസരങ്ങളെ എന്നേക്കുമായി ഇല്ലാതാക്കുമെന്ന് വിചാരിച്ചു. അണുഭൗതിക ശാസ്ത്രം, ന്യൂക്ലിയർ ഫിസിക്സ് മനുഷ്യരാശിയുടെ വംശനാശത്തിൻ്റെ കാരണമായിരിക്കുമെന്ന് പ്രവചനങ്ങളുണ്ടായി. പക്ഷേ ഭയപ്പെട്ട പോലെ ഇതൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഇതുമായൊക്കെ വേഗത്തിൽ പൊരുത്തപ്പെട്ടു. തൊഴിലുകൾ രൂപാന്തരപ്പെട്ടു. വിദ്യാഭ്യാസ നയങ്ങളിൽ പുനഃക്രമീകരണങ്ങൾ സംഭവിച്ചു. ഇൻസ്റ്റിറ്റ്യൂഷൻസ് പരിണമിച്ചു. ചുരുക്കത്തിൽ ശക്തമായ ഉപകരണങ്ങൾ ഒരിക്കലും മനുഷ്യരാശിക്ക് അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ആ ഉപകരണങ്ങളെ വിവേകത്തോടെ ഉപയോഗിക്കുന്നതിൽ നാം പരാജയപ്പെട്ടപ്പോൾ മാത്രമാണ് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മറ്റൊരു പ്രതിസന്ധിയിലാണ് എത്തി നിൽക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് മസിൽസിൻ്റെയോ അല്ലെങ്കിൽ വേഗതയുടെയോ ഒരു സിസ്റ്റമല്ല. ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ ഈ കണ്ടുപിടുത്തം മനുഷ്യൻ്റെ കോഗ്നിഷൻ അല്ലെങ്കിൽ ചിന്താ പ്രക്രിയയെ തന്നെ ശക്തിപ്പെടുത്തുന്നു. ഇതാണ് നമ്മെ കൂടുതൽ അസ്വസ്ഥരാക്കുന്നത്. മെഷീനുകൾക്ക് വേഗത്തിൽ ചിന്തിക്കാനും ആഴത്തിൽ പഠിക്കാനും കൂടുതൽ കാര്യക്ഷമമായ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും കോർഡിനേറ്റ് ചെയ്യാനും കഴിയുമെന്നും അതുവഴി നമുക്ക് അവയെ നയിക്കാനുള്ള കഴിവിനും അപ്പുറത്തേക്ക് നിർമ്മിത ബുദ്ധിയുടെ കേപ്പബിലിറ്റി പോയേക്കുമെന്നുമാണ് ഡീപ്പ് ലേണിംഗ് ടെക്നോളജിയുടെ തലതൊട്ടപ്പന്മാരായ ജോഫ്രി ഹിൻറ്റനെ പോലുള്ളവർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. തീർച്ചയായും കുറച്ച് ഭയത്തോടു കൂടി തന്നെ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണിത്. പക്ഷെ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള നമ്മുടെ വാദങ്ങൾ മുഴുവനും റദ്ദ് ചെയ്യുന്ന ഒരു തത്വചിന്താപരമായ അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു പിഴവ് ഈ ചിന്തകളിലുണ്ട്. നാം ഇൻ്റലിജൻസിനെ, ബുദ്ധിയെ ഏജൻസിയുമായി കൂട്ടിക്കുഴയ്ക്കുന്നു അല്ലെങ്കിൽ കർത്തൃത്വമായി നമ്മൾ കൂട്ടിക്കുഴയ്ക്കുന്നു. അതായത് യഥാർത്ഥത്തിൽ ഒരു കാര്യം ആഗ്രഹിക്കാനും ഒരു ദിശ തിരഞ്ഞെടുക്കാനും വ്യക്തിപരമായ പ്രേരണകളാൽ ഒരു ലക്ഷ്യം പിന്തുടരാനുമുള്ള ഒരു കഴിവിനെയാണ് ഏജൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ്റലിജൻസും ഏജൻസിയും സമാനമല്ല.
ഏജൻസി ഉണ്ടാകുക, എന്നാൽ തീവ്രമായ ആഗ്രഹത്താൽ മുന്നോട്ട് നയിക്കപ്പെടുക എന്നതാണ്. നഷ്ടപ്പെടുമോ എന്ന ഒരു ഭയമുണ്ടാകുക, എന്തിൻ്റെയും അർത്ഥത്തെ തേടുക, ആംബിഷൻ ഉണ്ടാകുക. ഇതൊക്കെയാണ് ഏജൻസി ഉണ്ട് എന്നതുകൊണ്ടുള്ള ഗുണം. AI-ക്ക് ഇതൊന്നുമില്ല. ഭാവിയിലേക്ക് നയിക്കാനുള്ള ഒരു വിൽ അല്ലെങ്കിൽ ഒരു ഇച്ഛാശക്തിയില്ല. ഇല്ലാതാകുമോ അല്ലെങ്കിൽ നശിച്ചു പോകുമോ എന്നുള്ളൊരു ഭയം ഇതിനെ സ്വാധീനിക്കുന്നേയില്ല. ഒരു ലക്ഷ്യത്തിനായിട്ടുള്ള ഒരു ദാഹമില്ല. നിയന്ത്രണത്തിനോ അതിജീവനത്തിനോ ആയിട്ടുള്ള ഒരു ആഗ്രഹമില്ല. ഇതൊക്കെയുള്ളത് മനുഷ്യനാണ്. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ AI-ക്ക് ഇൻ്റലിജൻസ് ഉണ്ട്, പക്ഷെ അതിന് ഏജൻസി ഇല്ല. മനുഷ്യന് ഇത് രണ്ടുമുണ്ട്. ഈ ഒരു വ്യത്യാസം വളരെ പ്രധാനമാണ്. AI-ക്ക് വെറും യാന്ത്രികത മാത്രമാണ് ഉള്ളത്. ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ലാംഗ്വേജ് വിതൗട്ട് അണ്ടർസ്റ്റാൻഡിങ്. അർത്ഥം മനസ്സിലാകാതെ തന്നെ മനോഹരമായിട്ടുള്ള ഭാഷ നിർമ്മിക്കാൻ കഴിയും. സിമുലേറ്റ് റീസണിങ് വിതൗട്ട് കോൺഷ്യസ്നെസ്. അവബോധമില്ലാതെ തന്നെ അതിന് യുക്തി സഹജമായ ചിന്തകളെ പ്രതിഫലിപ്പിക്കാൻ കഴിയും. ഇറ്റ് ക്യാൻ റിക്കഗ്നൈസ് പാറ്റേൺസ് വിതൗട്ട് എക്സ്പീരിയൻസിങ് മീനിങ്. അർത്ഥം അറിയാതെ തന്നെ അതിന് പാറ്റേണുകളെ തിരിച്ചറിയാൻ കഴിയും. AI ചിന്തകൾ എങ്ങനെയായിരിക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്യും അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യുന്നു. എന്നാൽ അത് ചെയ്യുമ്പോൾ അതിനൊരു അവയർനെസ് ഇല്ല. ഈ യന്ത്രത്തിനുള്ളിൽ ഒരു ഇന്നർ വേൾഡ് അല്ലെങ്കിൽ ഒരു ആന്തരിക ലോകം എന്നൊരു സാധനമില്ല. സ്ക്രീനിൽ പിന്നിൽ ഒരു ആഖ്യാന ശബ്ദം അങ്ങനെ ഒന്നുമില്ല. നിലനിൽപ്പിന് സാക്ഷ്യം വഹിക്കുന്ന നിശബ്ദമായിട്ടുള്ള ഒരു നിരീക്ഷകൻ, ഒരു കോൺഷ്യസ്നസ് ഇതിനില്ല. വിപുലമായിട്ടുള്ള തലത്തിൽ പ്രവർത്തിക്കുന്ന ആൽഗോരിതംസ് മാത്രമാണ്, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ആൽഗോരിതംസ് മാത്രമാണിത്. പക്ഷേ എന്നിരുന്നാലും AI രഹസ്യമായി അധികാരം ആഗ്രഹിക്കുന്നുവെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഈ ഇൻ്റർഫേസിന് പുറകിൽ ഇതിൻ്റെ ഉയർച്ചയ്ക്കായി പദ്ധതിയിടുന്ന ഒരു കാൽക്കുലേറ്റിംഗ് മൈൻഡ് പതിയിരിക്കുന്നുവെന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. ഇത് സത്യത്തിൽ ഇത് നമ്മുടെ വെറും ചിന്തയാണ്, അല്ലെങ്കിൽ നമ്മുടെ വെറും പ്രൊജക്ഷൻ മാത്രമാണ്. നമ്മൾ AI-യിൽ ഒരു യന്ത്രത്തെ മാത്രമല്ല കാണുന്നത്, നമ്മളെ തന്നെയാണ് AI-യിൽ കാണാൻ ശ്രമിക്കുന്നത്. യന്ത്രങ്ങൾ ജീവനുള്ളതായി മാറുന്നത് കൊണ്ടല്ല നമുക്ക് ഭയം. ഇൻ്റലിജൻസ് നമ്മുടേത് മാത്രം സ്വന്തമല്ലാത്ത ഒരു ലോകത്ത് മനുഷ്യനായിരിക്കുക എന്നാൽ എന്താണ് എന്ന ചോദ്യമാണ് എനിക്ക് തോന്നുന്നു നമ്മളെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ മുന്നിലുള്ള നിലനിൽപ്പിൻ്റെ അപകടം അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ ഡേഞ്ചർ എന്നത് ബുദ്ധിയുള്ള യന്ത്രങ്ങൾ മനുഷ്യനിൽ നിന്നും നിയന്ത്രണം പിടിച്ചെടുക്കും എന്നുള്ളതല്ല. എനിക്ക് തോന്നുന്നത് വിഷയം കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ളതാണ്. മനുഷ്യൻ്റെ ഭരണശേഷിയിലുള്ള അല്ലെങ്കിൽ കപ്പാസിറ്റി ഫോർ ഗവർണൻസ്, ഇതിലുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നതാണ് പ്രസക്തമായിട്ടുള്ള സംഗതി. സാങ്കേതികവിദ്യ ശക്തമായതുകൊണ്ട് സിവിലൈസേഷൻസ് തകരില്ല. അധികാരത്തിനൊത്ത് മൂല്യങ്ങൾ അല്ലെങ്കിൽ വാല്യൂസ് മുന്നോട്ട് പോകാതെ വരുമ്പോഴാണ് ഇവ തകരുന്നത്. ഡാമുകളോ ഹൈവേകളോ വന്നത് കാരണം റോം തകർന്നില്ല. മെറ്റലർജിയോ അല്ലെങ്കിൽ നാവിഗേഷനോ കാരണം സാമ്രാജ്യങ്ങൾ തകർന്നില്ല. നേതൃത്വങ്ങൾ മോശമാകുകയും അസമത്വം അല്ലെങ്കിൽ ഇൻഇക്വാലിറ്റി വളരുകയും സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ലെജിറ്റിമസി നഷ്ടപ്പെടുകയും ചെയ്തപ്പോഴാണ് അവ തകർന്നു പോയത്. ഇത് നമ്മളെ ശരിയായുള്ള ചോദ്യങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ സാമൂഹിക വ്യവസ്ഥകൾക്ക് അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റത്തിന് ഈ പുതിയ ടെക്നോളജി റെവല്യൂഷനെ നയിക്കാൻ തക്ക കഴിവും വിവേകവും ഉണ്ടോ എന്നതാണ് ശരിയായിട്ടുള്ള ചോദ്യം. കാരണം AI മനുഷ്യരാശിയെ ഭീഷണിപ്പെടുത്തുന്നില്ല, മറിച്ച് മനുഷ്യരാശിയുടെ ഭിന്നിപ്പ് അല്ലെങ്കിൽ ഹ്യൂമൻ ഫ്രാഗ്മെൻറ്റേഷൻ ആണ് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ ഭീഷണിപ്പെടുത്തുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, AI സിവിലൈസേഷനെ തകർക്കാതെ സേവിക്കണമെങ്കിൽ ചില പരിവർത്തനങ്ങൾ, ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാകണം. വിദ്യാഭ്യാസ രീതി മാറണം. അറിവ് കൈമാറുന്നതിന് പകരം അല്ലെങ്കിൽ അതിൽ നിന്നും വിവേകം വളർത്തുന്നതിലേക്ക്, വിസ്ഡം കൾട്ടിവേഷനിലേക്ക് ഫോക്കസ് ചെയ്യണം. നേതൃത്വം ഗ്രോത്ത് മാനേജ്മെൻറ്റിൽ നിന്നും ധാർമ്മിക ഭരണത്തിലേക്ക് അല്ലെങ്കിൽ മോറൽ ഗവൺസിലേക്ക് മാറിയാൽ നന്നാകും. സാമ്പത്തിക ചിന്താഗതി മാറണം. ഉൽപാദനക്ഷമതയുള്ള അഭിനിവേശത്തിൽ നിന്നും മനുഷ്യൻ്റെ അഭിവൃദ്ധിക്കുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ ഫ്ലറിഷിങ്ങിനുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ അളവുകോലുകളിലേക്ക് മാറണം. രാഷ്ട്രീയം അതിൻ്റെ ഏറ്റവും ഉയർന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം. സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ എങ്ങനെ മനുഷ്യരുടെ അന്തസ്സ് അല്ലെങ്കിൽ ഡിഗ്നിറ്റി സംരക്ഷിക്കുക എന്നതിലേക്ക്. ഈ മാറ്റങ്ങൾ നമ്മൾ അടിച്ച് ഏൽപ്പിക്കപ്പെടേണ്ടതല്ല, മറിച്ച്
നമുക്ക് അവ എത്രമാത്രം അടിയന്തരമായ ആവശ്യമായിരുന്നു എന്ന് ഈ ഡീപ്പ് ലേണിംഗ് കാലഘട്ടം തുറന്നു കാട്ടുന്നു. അത്രമാത്രം. ഇനി നമുക്ക് വീണ്ടും ഭാവിയിലേക്ക് മടങ്ങാം. ഒരിക്കൽ കൂടി മറ്റൊരു പ്രഭാതം, മറ്റൊരു നഗരം. എന്നാൽ ഇത്തവണ തെരുവുകൾ സജീവമാണ്. തിരക്കിട്ട് ഓഫീസ് മുറികളിലേക്ക് ഓടുന്ന ക്ഷീണിതരായ മനുഷ്യരെ കൊണ്ടല്ല, പകരം കമ്മ്യൂണിറ്റി ഹാളുകളിലേക്കും ഇന്നൊവേഷൻ സ്റ്റുഡിയോകളിലേക്കും എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളിലേക്കും പെർഫോമൻസ് സ്പേസസുകളിലേക്കും നടന്നു പോകുന്ന ആളുകളെ കൊണ്ടാണ്. AI നെറ്റ്വർക്കിൽ നിന്നും മറ്റൊരു അറിയിപ്പ് വരുന്നു. ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് മെയിൻറ്റെയിനിങ് ഇൻഫ്രാസ്ട്രക്ചർ, ഹ്യൂമൻ അറ്റൻഷൻ റീഡിറക്റ്റഡ് ടു ക്രിയേറ്റിവിറ്റി, കണക്ഷൻ ആൻഡ് ലീഡർഷിപ്പ്. ഓട്ടോമാറ്റിക് സിസ്റ്റംസ് അടിസ്ഥാന സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ പരിപാലിക്കുന്നു. മനുഷ്യരുടെ ശ്രദ്ധ ക്രിയേറ്റിവിറ്റിയിലേക്കും കണക്ഷനുകളിലേക്കും ലീഡർഷിപ്പിലേക്കും തിരിച്ചുവിട്ടിരിക്കുന്നു. അധ്യാപകർ തത്വചിന്തയെക്കുറിച്ചും ക്ലൈമറ്റ് എത്തിക്സിനെ കുറിച്ചും സെമിനാറുകൾ നയിക്കുന്നു. മെഡിക്കൽ ടീമുകൾ AI ഡയഗ്നോസ്റ്റിക്സിൻ്റെ സഹായത്തിൽ പ്രവർത്തിക്കുന്നു. മനുഷ്യൻ്റെ ഊർജം കമ്പാഷനും കെയറിനും വേണ്ടി സമർപ്പിക്കപ്പെടുന്നു. കലാകാരന്മാർ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും ബിലോങ്ങിങ്ങിനെ കുറിച്ചും ആഴത്തിലുള്ള കഥകൾ പറയാൻ അൽഗോരിതങ്ങളുമായി സഹകരിക്കുന്നു. പോളിസി ലീഡേഴ്സ് നീതിന്യായ ചട്ടക്കൂടുകളെക്കുറിച്ച് അല്ലെങ്കിൽ ജസ്റ്റിസ് ഫ്രെയിംവർക്കുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. കമ്പ്യൂട്ടേഷണൽ ഔട്ട്പുട്ടുകളെക്കുറിച്ചല്ല. കാരണം മെഷീനുകൾക്ക് തീരുമാനങ്ങൾ അറിയിക്കാൻ മാത്രമേ കഴിയൂ, അവയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. ഇത് വിനാശകരമായിട്ടുള്ള ഒരവസ്ഥയല്ല. AI ആധിപത്യമില്ല. തങ്ങളുടെ മൂല്യം മനുഷ്യർ ഒടുവിൽ മനസ്സിലാക്കിയ ഒരു സിവിലൈസേഷൻ. അതാണ് എൻ്റെ മനസ്സിലുള്ള സയൻസ് ഫിക്ഷൻ ഫോർ ദി ഫ്യൂച്ചർ. നന്ദി, നമസ്കാരം.